നാളെ ഫെബ്രുവരി 1 ഞായറാഴ്ച വളരെ വിശിഷ്ടമായ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നാളെ മാഘപൗർണമിയാണ്. ഈ പൗർണമിയിൽ നമ്മളുടെ രാവിലത്തെ സ്നാനം വളരെ വിശേഷപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നിളയുടെ അവിടെ മാഘമഹോത്സവം നടക്കുകയാണ്. പറ്റുവാണെങ്കിൽ അവിടെ പോയി കുളിക്കുക. പറ്റാത്തവർക്ക് നമ്മളുടെ അടുത്തുള്ള നദിയിലോ അല്ലെങ്കിൽ പലരും നമ്മളുടെ വീട്ടിലായിരിക്കും, അത് നമുക്കവിടെ കുളിക്കാം. നമുക്കറിയാമല്ലോ, സങ്കല്പശക്തി കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഗംഗയെ യമുനയൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരുത്തുന്നതെന്ന് മന്ത്രമുണ്ടല്ലോ. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു. ഈ പുണ്യതീർത്ഥങ്ങളെല്ലാം കൂടെ ഈ ജലത്തിൽ പ്രത്യക്ഷപ്പെടട്ടെ എന്ന്. അതായത് ഈ ജലത്തെ ദിവ്യ തീർത്ഥങ്ങളാക്കുന്ന സങ്കല്പശക്തിയാണ് നമുക്കുള്ളത്. അത് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു ഈ തീർത്ഥം ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ദിവ്യ തീർത്ഥമാണെന്ന്. അതിങ്ങനെ നമുക്ക് കുളിക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ലളിതാ ജയന്തിയാണ്, ലളിതാ പരമേശ്വരിയുടെ ദിവസമാണെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും വൈകുന്നേരം നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലണം. ലളിതാ സഹസ്രനാമം മാത്രമല്ല, നമുക്ക് ദേവിയുടെ ഏത് നാമങ്ങൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങളിൽ ദേവിയുടെ എന്തുവരെയുള്ള സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നൊക്കെ ചൊല്ലാം. പിന്നെ തൈപ്പൂയത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതും നാളെ ഞായറാഴ്ചയും കൂടെയാണ്, സൂര്യൻ്റെ ദിവസമാണ്. അങ്ങനെ എല്ലാ വിധത്തിലും വളരെ ശുഭമായിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസം നമ്മൾ വേണ്ട വിധത്തിൽ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമുക്ക് എല്ലാ ദേവന്മാരുടെയും അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെയും ഒക്കെ അനുഗ്രഹം കിട്ടാനും, പ്രത്യേകിച്ച് നമ്മുടെ ലളിതാ പരമേശ്വരിയുടെയും മുരുക ഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം കിട്ടി നമ്മളുടെ ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകട്ടെ.